നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമടിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയും നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ അൾത്താര വരുന്നവരുണ്ട്. നിങ്ങൾ വിതക്കുന്നത് തന്നെ കൊയ്യും. അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണമില്ലാതെ വരികയും അവരുടെ എണ്ണ ഇപ്പോൾ കൂടുതലാണ്. ആരുടെയും കുഴപ്പമില്ല. ഞാനിതൊന്നും കേട്ടാൽ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാര്യം എന്താണ്, അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു. അവർക്ക് അതായത് നമുക്ക് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും. അതാണ് വെളിപ്പാട് 2:5 പറയണത്. എങ്ങനെ അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കണമേ, ഞങ്ങളെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. ആ കർത്താവിനെ അക്കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദപിച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ഗോഡ് ബി വിത്ത് യു.